ലോകം മുഴുവൻ ഒരു ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക, അതിന്റെ ഖലീഫയായി സ്വയം അവരോധിക്കുക അല്ലെങ്കിൽ അവരോധിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടെ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ വളരെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ചില നീക്കങ്ങൾ തുർക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങൾ ലോക സമാധാനത്തിന് എത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു ആശങ്കയാണ് സൃഷ്ടിക്കുക? ഇന്ത്യ ഈ നീക്കങ്ങളെ എങ്ങനെ നോക്കിക്കാണണം? ഒപ്പം തന്നെ തുർക്കി നടത്തുന്ന തീവ്ര മതചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തി തുർക്കി നടത്തുന്ന ചില നീക്കങ്ങൾ, ചില പ്രത്യേക രാജ്യങ്ങളുമായി തുർക്കി നടത്തുന്ന ഇടപാടുകൾ, അവരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, അത് ലോക സമാധാന ക്രമത്തിൽ പ്രത്യേകിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള ആ ഒരു പോരാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും? തുർക്കിയുടെ നിഗൂഢ അജണ്ടകളെ ലോകരാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കാണണം? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. റോബിൻ, ജോജി, ഇന്നത്തെ നിലപാടിൻ്റെ വിഷയം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തുർക്കിയാണ്. തുർക്കി എന്ന രാജ്യം, നമ്മൾ തുർക്കിയായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പ് ഒരു നിലപാട് പ്രോഗ്രാം നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. തുർക്കി ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ, ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ രാജ്യത്തെ സാമ്പത്തികമായി, സൈനികമായി, വാണിജ്യപരമായി എല്ലാ തരത്തിലും സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന രാജ്യമാണ് തുർക്കി. ഈ ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ ഐതിഹാസിക വിജയം ഇന്ത്യക്ക് സമ്മാനിച്ച ഓപ്പറേഷൻ സിന്ദൂർ, ആ ഒരു ഓപ്പറേഷന് ശേഷം ഈ തുർക്കിയുടെ യഥാർത്ഥ മുഖം പലർക്കും മനസ്സിലായിട്ടുണ്ടെന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ തുർക്കിക്ക് വളരെയധികം ഫാൻസ് ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. ഈ ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയപ്പോൾ അതിനുവേണ്ടി കൈയടിച്ച അനേകം പേർ കേരളത്തിലുണ്ടായിരുന്നു. തുർക്കിയിൽ ഭൂകമ്പം നടന്നപ്പോൾ, 2023 തുർക്കിയിൽ ഭൂകമ്പം നടന്നപ്പോൾ കേരളം പ്രത്യേകമായ ഒരു 10 കോടി പാക്കേജൊക്കെ തുർക്കിക്ക് സമ്മാനിച്ചു. സ്വാഭാവികമായിട്ട് ഓരോ രാജ്യങ്ങളും ദുരന്തം നടക്കുമ്പോൾ ഇന്ത്യ എന്ന ആ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ സഹായിക്കാറുണ്ട്. അത് ശത്രു രാജ്യമായിക്കോട്ടെ, ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന രാജ്യമായിട്ട് ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന കാണിക്കാറുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു സഹായം കൊടുക്കുന്നത് അത് അപൂർവമാണ്. മാത്രമല്ല, അതിനു മുമ്പ് ആ കാലഘട്ടത്തിലൊക്കെ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രളയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കൊന്നും കേരളത്തിന് സഹായം പോയില്ല. തുർക്കിയിലേക്ക് സഹായം പോയി എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പല ചിന്തകളും അല്ലെങ്കിൽ ആഴത്തിൽ വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ഈ തുർക്കി വിഷയം ചർച്ച ചെയ്യുന്നു? അതിന് 2 പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കിയിലെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള ഇസ്താംബൂളിൽ വെച്ച് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ, 2003 മുതൽ തുർക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര ഇസ്ലാമിക ആശയം തലയ്ക്ക് പിടിച്ച തയ്യിബ് എർദോഗൻ, അതായത് പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു റിവൈവൽ ആഗ്രഹിക്കുന്ന, അതിൻ്റെ തലപ്പത്തൊരു ഖലീഫയായിട്ട് സ്വയം അവരോധിക്കാൻ ആഗ്രഹിക്കുന്ന തയ്യിബ് എർദോഗനുമായിട്ടൊരു ചർച്ച നടത്തി. അതിനുശേഷം ഈ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തൊരു വാചകമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലമാണ് നമ്മുടെ ഇന്നത്തെ നിലപാടിൻ്റെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം, 2 ദിവസം മുമ്പ് ശശി തരൂർ, ഭാരതം അല്ലെങ്കിൽ ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു ഇന്ത്യൻ നേതാവ്, ഭാരത നേതാവ്, കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂർ, ഈ കേരള സർക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ തുർക്കിക്ക് ആ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഒരു 10 കോടി കൊടുത്തതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ ഒരു ട്വീറ്റ്. അപ്പോൾ ഇതിൻ്റെ 2ന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ തുർക്കി വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഷഹബാസ് ഷെരീഫ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം നടത്തിയ ട്വീറ്റ് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. ഈ തുർക്കി പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂർ, ആ ഒരു സൈനിക നടപടി, ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനെ സഹായിച്ച വിധമൊക്കെ ഏവർക്കും അറിയാവുന്നതാണ്. ഡ്രോണുകൾ കൊടുത്ത് സഹായിക്കുന്നു, 350ഓളം ഡ്രോണുകൾ കൊടുത്ത് സഹായിക്കുന്നു. ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ തുർക്കി സൈനികർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി തുർക്കി സൈന്യത്തെ അവിടെ ഇറക്കിയിരുന്നു. അപ്പോൾ അത്രത്തോളം വലിയ രീതിയിൽ തുർക്കി പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. അതിന് വലിയ തിരിച്ചടി ഇന്ത്യ കൊടുക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ നല്ലൊരു തിരിച്ചടി കൊടുത്തു. ടൂറിസം മേഖലയിലെ ബുക്കിങ്ങുകൾ ക്യാൻസൽ ചെയ്യുന്നു, വാണിജ്യപരമായിട്ടുള്ള കരാറുകൾ റദ്ദ് ചെയ്യുന്നു. ഒപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് സെലിബി പോലുള്ള ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആ ഒരു കമ്പനിയെ ഇന്ത്യ ബാൻ ചെയ്യുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്തു. ആ പശ്ചാത്തലത്തിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഒരു ചുമപ്പ് പരവതാനി വിരിച്ച് ഇസ്താംബൂളിൽ സ്വീകരിക്കാൻ മാത്രം തയ്യിബ് എർദോഗൻ തയ്യാറായി എന്നത് വളരെ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഷഹബാസ് ഷെരീഫ് ആ മീറ്റിങ്ങിന് ശേഷം പോസ്റ്റ് ചെയ്ത ട്വീറ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ ജോജിയിലേക്ക് വരാം.
അയാൾ ട്വീറ്റ് ചെയ്ത വാചകങ്ങൾ ഇതാണ്. അതിൽ എല്ലാ വാക്കുകളും നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഹാഡ് ദി ഓണർ ഓഫ് മീറ്റിംഗ് മൈ ഡിയർ ബ്രദർ പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ ഇൻ ഇസ്താംബുൾ ദിസ് ഈവനിങ്. സാധാരണ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഫ്രണ്ട്, മൈ കൊളി അങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് വെറും ബ്രദർ അല്ല, മൈ ഡിയർ ബ്രദർ എന്നാണ് തയ്യിബ് എർദോഗനെ വിശേഷിപ്പിക്കുന്നത്. താങ്ക് ഹിം ഫോർ ഹിസ് റെസല്യൂട്ട് സപ്പോർട്ട് ടു പാകിസ്ഥാൻ ഇൻ ദ റീസെന്റ് പാകിസ്ഥാൻ ഇന്ത്യ സ്റ്റാൻഡ് ഓഫ് വിച്ച് റിസൾട്ടഡ് ഇൻ പാകിസ്ഥാൻസ് ഓവർവീമിംഗ് വിക്ടറി. അൽഹംദുലില്ലാ എന്നൊക്കെയാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാൻ ജയിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കൺവേഡ് ദ സെന്റിമെന്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം ദ പീപ്പിൾ ഓഫ് പാകിസ്ഥാൻ ടു ദർ ടർക്കിഷ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. വി ഓൾസോ റിവ്യൂഡ് ദി ഓൺഗോയിങ് പ്രോഗ്രസ് ഓഫ് ഫോർ മൾട്ടി ഫാക്സറ്റഡ് ബൈലാറ്ററൽ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞൊരു ട്വീറ്റ്. അതിൻ്റെ ഒരു സംഗ്രഹം ഇതാണ്. തയ്യിബ് എർദോഗൻ്റെ സ്വന്തം സഹോദരനാണ്. തുർക്കി ജനതയും പാകിസ്ഥാൻ ജനതയും തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ടുണ്ട്, നല്ലൊരു സൗഹൃദമുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസം ഈ തയ്യിബ് എർദോഗനും പാകിസ്ഥാനും തമ്മിൽ, തുർക്കിയും തമ്മിൽ വലിയ ബൈലാറ്ററൽ കരാറുകളൊക്കെ ഒപ്പിട്ടിരുന്നു. അതിൻ്റെ പ്രോഗ്രസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ലോങ് ലീവ് പാകിസ്ഥാൻ തുർക്കി ഫ്രണ്ട്ഷിപ്പ് എന്ന വാചകത്തോടെയാണ് തയ്യിബ് എർദോഗൻ്റെ ഈ ട്വീറ്റ് അവസാനിക്കുന്നത്. ഇന്ത്യയാണ് ഐതിഹാസികമായിട്ടുള്ള വിജയം കൈവരിച്ചത്, പക്ഷേ പാകിസ്ഥാൻ ജയിച്ചു എന്നൊക്കെയാണ് ഷഹബാസ് ഷരീഫ് ഒരു അടിസ്ഥാനരഹിതമായിട്ട്, ഒരു അടിസ്ഥാനമില്ലാതെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. മാത്രമല്ല നമ്മൾ എന്നെ തല്ലണ്ടമാവ നന്നാവില്ല എന്നൊക്കെയുള്ള ഒരു മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദം തലക്കി പിടിച്ചവരുടെ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കൊണ്ടാലും അവർ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ജോജി, ഈ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു വാണിജ്യപരമായിട്ടുള്ള ലാഭത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല, മതപരമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓട്ടോമൻ എംപയറിൻ്റെ റിവൈവൽ ഖലീഫയാകാനുള്ള തയ്യിബ് എർദോഗൻ്റെ ഒരു ആഗ്രഹം. നമ്മളതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ചർച്ച ചെയ്യുവാൻ. തുർക്കി ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് അവിടെ നടന്ന നിക്കിയ സുന്നഹദൗസിൻ്റെ 1700 വാർഷികമൊക്കെ ആഘോഷിക്കുന്നത്. പിന്നീട് അതൊരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായി, അതുമാത്രമല്ല ഒരു തീവ്ര ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായി എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. നിരവധി കത്തോലിക്ക ദേവാലയങ്ങൾ മോസ്കുകളാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ ചരിത്രപരമായിട്ട് നാം നോക്കുമ്പോൾ എന്താണ് തുർക്കിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു സേഫ് സോണായിട്ട് തുർക്കി മാറാനിടയായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തുർക്കി ശരിക്കും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ചിത്രത്തിൽ വരേണ്ട രാജ്യമേ അല്ല. കാരണം വെച്ചാൽ നമുക്കൊരു ടെറിട്ടോറിയലായിട്ടുള്ള നമുക്കൊരു എന്തെങ്കിലും ഒരു എന്താ പറയുക, ഈ ഒരു ടൈയപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വലിയ ബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശത്രുതയോ ഒന്നുമില്ല ശരിക്കും. പക്ഷെ പെട്ടെന്ന് തുർക്കി ഈ പിക്ചറിലേക്ക് വരാൻ കാരണം പാകിസ്ഥാൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു പ്രകോപനം അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു അറ്റാക്ക്, അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ചെറിയ രീതിയിലുണ്ടാകുന്ന ആ ഒരു സംഘർഷം, അവിടെ തുർക്കിയുടെ ഒരു പെട്ടെന്നുള്ള കടന്നുവരവാണ് ശരിക്കും. മനസ്സിലാക്കണം, ഈ പശ്ചിമേഷ്യയിലുള്ള മറ്റ് പ്രബലരായ മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും തന്നെ, അല്ലെ സൗദിയോ യു എയോ ഈവൻ ഇറാനോ അല്ലെ ആരും തന്നെ പാകിസ്ഥാനെ പ്രദേശത്തിലോ പരോക്ഷത്തിലോ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ശരിക്കും തീവ്രവാദികളുടെ ആക്രമണം അത് 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 തികച്ചും തെറ്റായിപ്പോയി, അത് ഒരിക്കലും പാടില്ലായിരുന്നു, പാകിസ്ഥാൻ്റെ പങ്കും അതിലുണ്ട്, അങ്ങനെ അവർ ഭാഗികമായി സമ്മതിക്കുന്ന രീതിയിൽ ആ രാഷ്ട്രത്തലവന്മാരൊന്നും അല്ലെങ്കിൽ രാഷ്ട്രങ്ങളൊന്നും ഇതിലൊന്നും ഇൻവോൾവ് ആകാൻ നിൽക്കുമ്പോഴാണ് തുർക്കി പെട്ടെന്ന് കടന്നു വരുന്നത്. അപ്പോൾ അതിനോട് ജോർജ് പറഞ്ഞ പോലെ തുർക്കിക്ക് ഇതിനുള്ളൊരു പക്ക പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ രണ്ട് ലീഡേഴ്സിനും, എർദോഗൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെറീഫിനായിക്കോട്ടെ, രണ്ടുപേരുടെയും അവസ്ഥ വളരെ പരിങ്കലിലാണ്. നമുക്ക് തുർക്കിയിൽ ഇലക്ഷൻ നടന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എന്നാ പറയുക, എർദോഗൻ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എർദോഗൻ്റെ മകൾ വരണം, അങ്ങനെ അവർക്ക് പല രീതിയിൽ പ്ലാനുണ്ട് ശരിക്കും. അപ്പോൾ ഒരു തീവ്രമായ രീതിയിലുള്ള ഒരു മത വികാരം പടർത്തണം, അല്ലെങ്കിൽ ആ തീവ്ര സ്വഭാവം കാണിക്കണം, അവർക്ക് വോട്ടേഴ്സിനെ പിടിക്കണം. കാരണം നമുക്കറിയാം തുർക്കിയിൽ മുസ്ലിങ്ങളുടെ ആ ഒരു ഭൂരിപക്ഷമാണുള്ളത്. അപ്പോൾ അവരെ ഇവരുടെ കൂടെ നിർത്താനുള്ള ഒരു വലിയ ശരിക്കും പൊളിറ്റിക്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട് ജോർജ്, ശരിക്കും നമ്മൾ ഈ തുർക്കിയെ പഠിക്കുമ്പോൾ തുർക്കിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ ശരിക്കും. ഇന്ന് കാണുന്ന ഈ തുർക്കി ജോഗ്രഫിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസിലാണുള്ളത്. യൂറോപ്പിൻ്റെ കവാടെന്ന് പറയാം. അതുപോലെ ചില ഈ ഏഷ്യ യൂറോപ്പ് തമ്മിൽ കൂട്ടിച്ചേരുന്ന സ്ഥലം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് ശരിക്കും. അപ്പോൾ സ്ട്രാറ്റജിക്കലി തുർക്കി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചരിത്രം പറഞ്ഞ് ശരിക്കും ഈ യോഹനാൻ്റെ വെളിപാടെന്ന പുസ്തകത്തിൽ പറയുന്ന ഈ സഭകൾ, 7 സഭകൾ, ആ സഭകളെല്ലാം ഉള്ള ഏഷ്യ മൈനർ പ്രദേശമാണ് ശരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ മജോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു വലിയ എന്നാ പറയുക ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു ശരിക്കും. ഒരുപാട് ബിഷപ്പുമാരും ഒരുപാട് വിശ്വാസികളും അങ്ങനെ പല പ്രധാനപ്പെട്ട പല സഭകളുള്ള എഫെസസ്, ഗലേത്യ, കപ്പദോക്കിയ, അതേപോലെ ഫിലഡൽഫിയ, സ്മിർന തുടങ്ങിയ ഒരുപാട് ഇന്നത്തെ ഇസ്മീറൊക്കെ പഴയ സ്മിർണയാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രാധാന്യമുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള, പക്ഷേ ഇത് ചരിത്രപരമായി എടുത്തു നോക്കുമ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ഈ പൗരസ്ത്യ ഭാഗം അല്ലെങ്കിൽ ഈ പൗരസ്ത്യ റോമാ സാമ്രാജ്യം, ബൈസൻ്റൈൻ എംപയർ എന്ന് പറയാൻ സാധിക്കും.
ഇത് തകർന്ന് തരിപ്പണമായി. അതിന് പല പല കാരണങ്ങളുണ്ട് ശരിക്കും. അതാ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ട കാരണം ഇതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം ഇതാണ്. എന്തുകൊണ്ട് ഒരു കാലത്ത് ഈ അലക്സാണ്ട്രിയ പോലെ, അന്ത്യോക്യ പോലെ, ജെറുസലേം പോലെ അല്ല ഒക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഇന്നത്തെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. പണ്ടത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ അത് പിന്നെ ഇസ്താംബുൾ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ എന്തുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റി അവിടെ തകർന്നു പോകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണ് ശരിക്കും. നമ്മുടെ ഇടയിലുള്ള ഭിന്നിപ്പും കുഴപ്പങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് ശത്രുക്കൾ നമ്മൾ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രമാത്രം ചരിത്രപ്രധാനമുള്ള ഈ സ്ഥലം ഇങ്ങനെ മാറി അതിനുശേഷം അതൊരു എന്താ പറയുക, ഒരു മിതമായ രീതിയിലുള്ള ഒരു പിന്നെ രാജ്യമായി മാറി, ഒരു മിത സ്വഭാവമുള്ള രാജ്യമായി മാറി. അതിനുശേഷം അത് തീവ്ര സ്വഭാവമുള്ള രാജ്യമായി മാറി. ഇപ്പോൾ തീവ്ര ഒരു എന്താ പറയുക, ഒരു ഈ മതവിശ്വാസമുള്ള രാജ്യം അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള രാജ്യത്തിലേക്ക് അത് മാറിച്ചിരിക്കുക. അതിൻ്റെ കുറേ പല കാരണമുണ്ട്. ഇപ്പോൾ ഈ തുർക്കിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, യൂറോപ്പിലേക്ക് ഈ അഭയാർത്ഥികളെ അനധികൃതമായി കടത്തിവിടുന്ന റിക്രൂട്ട് ചെയ്യുന്നത് തുർക്കി വലിയ പങ്കുണ്ട്. ഈ എർദോഗൻ്റെ ഒരു വാക്ക് വളരെ വളരെ ഫേമസ് ആണ്. എർദോഗൻ ഒരു കാലത്ത് പറഞ്ഞാണ്, നിങ്ങൾ ഒരു ഗർഭപാത്രമായി നിങ്ങൾ യൂറോപ്പിലേക്ക് പോവുക എന്നൊക്കെ. അവിടെ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രകോപനപരമായ അല്ലെങ്കിൽ തികച്ചും തീവ്ര സ്വഭാവമുള്ള പ്രതികരണങ്ങൾ നടത്തിയ വ്യക്തിയാണ് എർദോഗൻ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. അതേപോലെ ഈ ഷഹബാസ് ഷെരീഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് വളരെ പരിഗണന പാകിസ്ഥാനിലെ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചു. അപ്പോൾ ഇതിനെല്ലാം പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, പ്ലസ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഇതിനകത്തുള്ള വളരെ ഒരു എന്താ പറയുക, ഈ തീവ്ര സ്വഭാവത്തിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ശരിക്കും തുർക്കി എടുത്ത ആ ഒരു ഈ നിലപാട് ശരിക്കും അതൊരു എന്താ പറയുക, ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം വെച്ചാൽ ഭാരതവുമായിട്ടൊരു പ്രകോപനപരമായ അവസ്ഥയിലേക്ക് വരേണ്ട യാതൊരു കാര്യം തുർക്കിക്കുള്ളതല്ല. മറിച്ച് ഭാരതം എപ്പോഴും, ഈവൻ കേരളം വരെ അവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറുള്ള ഒരു എന്താ പറയുക അവസ്ഥയിലാണുള്ളത്. നമുക്കറിയാം അവരുടെ എല്ലാ അവസ്ഥകളിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പാകിസ്ഥാനെ യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു ആവശ്യവുമില്ലാത്ത രീതിയിൽ അവരെ സഹായിക്കുക. വീണ്ടും ഈ പ്രൈം മിനിസ്റ്ററിനെ ഈ ചുവപ്പ് പരവതാനി വിളിച്ച് സ്വീകരിച്ചപ്പോൾ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രമായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം ഇന്ത്യയുമായിട്ട്, അതുപോലെ പാകിസ്ഥാൻ്റെ പങ്ക് വളരെ, ഈ തീവ്രവാക്രമണത്തിൻ്റെ പുറകിൽ പാകിസ്ഥാൻ്റെ പങ്ക് വളരെ വ്യക്തമായതിനു ശേഷവും പാകിസ്ഥാനെ യാതൊരു അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് ശരിക്കും വീണ്ടും ഒരു പ്രകോപനപരമായ അവസ്ഥയിലേക്ക് പോകണം. അതിന് തുർക്കിക്ക് നഷ്ടം ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ തുർക്കിയുടെ എക്കണോമിക്ക് അവസ്ഥയൊന്നും അത്രമാത്രം സ്ട്രോങ് അല്ല. ശരിയാണ്, കുറച്ച് ഡ്രോൺസൊക്കെ കയറ്റിവിടാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അൺആംഡ് വെഹിക്കിൾസിൽ അവർക്ക് കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ ഫലപ്രദമായില്ല. അതെല്ലാം വളരെ വിജയകരമായി ഇന്ത്യ അതെല്ലാം തകർത്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ പാകിസ്ഥാൻ്റെ ക്ലെയിമിന് യാതൊരു അർത്ഥവുമുള്ള കാര്യമില്ല. അപ്പോൾ വീണ്ടും എന്താ പറയുക, ഇത്തരത്തിലുള്ള റിലേഷൻസ്. പിന്നെ അത് മറ്റൊരു വട്ടം നോക്കുമ്പോൾ അത് ഇന്ത്യയും വളരെ ചിന്തിക്കാൻ ഇടയാക്കി ശരിക്കും. വെച്ചാൽ ഗ്രീസ് തുർക്കി തമ്മിലുള്ള റിലേഷൻ പണ്ടേ മുതലേ വളരെ അത്ര നല്ല റിലേഷനല്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീസിന് ഇന്ത്യ ഇഷ്ടംപോലെ ആയുധം കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഗ്രീസ്, ഇന്ത്യ, ഇസ്രയേലൊക്കെ ഒരു പഴയ കാലത്തെ പ്രാചീന കാലത്തെ സംസ്കാരങ്ങളുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവയെ തമ്മിലുള്ള ബന്ധങ്ങൾ വീണ്ടും കൂട്ടി ഉറപ്പിക്കുന്നു. എന്താ പറയുക, കൂടുതൽ അസ്വസ്ഥമാകുള്ളൂ ശരിക്കും. ഇപ്പോൾ ഈവൻ ഇന്ത്യ അർമേനിക്ക് കൊടുക്കുന്ന ആയുധം കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രകടനം കാരണമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. തുർക്കി അർമേനിയൻ പ്രശ്നം നമുക്കറിയാം ശരിക്കും. അതുപോലെ ഇസ്രായേലോട് കൂട്ടായാലും പോകുന്നത്. ഇപ്പോൾ ഇസ്രായേൽ തുർക്കി തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇതെല്ലാം ബന്ധങ്ങൾ വഷളാക്കാനുള്ള കാരണങ്ങളാണ്. വെച്ചാൽ ഒരു രാജ്യം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ വേറെ ഏത് രാജ്യം സപ്പോർട്ട് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകാൻ, അസ്വസ്ഥ ഉണ്ടാകാനുള്ള, അപ്പം സമാന്തരമായ ഒരു അന്തരീക്ഷം ശരിക്കും നഷ്ടപ്പെടുകയാണ്. ഇനി തുർക്കി ഒരു നാറ്റോ രാജ്യം കൂടിയാണ്. നാറ്റോ രാജ്യത്തിൻ്റെ പോളിസി, തുർക്കി നാറ്റോ ആണെന്ന് വെച്ചാൽ ആണ്, അല്ലെന്ന് വെച്ചാൽ അല്ലെന്നുള്ള അവസ്ഥ. കാരണം വെച്ചാൽ അവർക്ക് അതേസമയം തന്നെ അവർക്ക് റഷ്യയായിട്ടും നല്ല ബന്ധമുണ്ട്. അവർ ഒരേ സമയം റഷ്യയുടെ നിന്നും അമേരിക്കയുടെ നിന്നും അവർ ആയുധം വാങ്ങുന്നു. തുർക്കിയുടെ പൊളിറ്റിക്സ് വളരെ വിചിത്രമായ ഒരു പൊളിറ്റിക്സ് ശരിക്കും. അപ്പം ഇതെല്ലാം അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം വഷളാക്കേണ്ട ഒരു ആവശ്യമുള്ള തുർക്കി ശരിക്കും അതൊരു വളരെ പ്രകോപനപരമാണ്. അപ്പോൾ അതിൽ പ്രകാരം നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രതികരിക്കാം, ആദ്യമുള്ള പ്രതികരണം ഉണ്ടാകാം. അത് ചിലപ്പോൾ ഇവിടെ ഉൾപ്പെടെ തുർക്കിയുടെ ആരാധകരെ ഒരു പക്ഷേ അതുകൊണ്ട് ദുഃഖിപ്പിക്കാം. അതൊരു പ്രശ്നമാണ് ശരിക്കും. എന്നാൽ പോലും തുർക്കിയുടെ പ്രതികരണം വളരെ മോശമായി തന്നെ നമ്മൾ റോബിനിലേക്ക് വരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടി, ആ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ഐതിഹാസികമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വിജയം തന്നെയാണ് നേടിയത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ എന്തുകൊണ്ട് പാകിസ്ഥാനെ ആക്രമിച്ചു? അത് പാകിസ്ഥാൻ ഭീകരർക്ക് കൊടുത്ത ഒരു പിന്തുണ, അതിന് ശക്തമായിട്ടുള്ള താക്കീതായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത്. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നത് വ്യക്തമാണ്. അങ്ങനെ ഭീകരവാദത്തെ പിന്തുണച്ച പാകിസ്ഥാനെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ തുർക്കി ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് അത്ര നിഷ്കളങ്കമായി നമുക്ക് കരുതാൻ സാധിക്കുമോ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പോൾ ജോജി പറഞ്ഞതുപോലെ ഈ കാശ്മീർ വിഷയത്തിൽ എക്കാലവും ഈ തുർക്കി പാകിസ്ഥാനൊപ്പമാണ് നിന്നിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനൊപ്പമാണ് നിന്നിരുന്നത്. മാത്രമല്ല ഈ IS-ൻ്റെ ഒക്കെ പ്രതാപകാലത്ത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കുള്ള ഈ തീവ്രവാദികളുടെ ഒരു ഇടനാഴിയായിട്ട്, അവിടേക്ക് കിടക്കാനുള്ള ഇടനാഴിയായിട്ട് തുർക്കി പ്രവർത്തിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ അർമേനിയയിലും ഗ്രീസിലും നടത്തുന്ന ഇടപെടലുകൾ, അവരുമായി ഉണ്ടാക്കുന്ന കരാറുകൾ, അപ്പോൾ അത് ആ മേഖലകളിൽ ജോഗ്രഫിക്കലി എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ചെലുത്തും? മാത്രമല്ല തീവ്ര ഒരു ലക്ഷ്യത്തോടെ, തീവ്ര മത ലക്ഷ്യത്തോടെ ഈ ഒട്ടോമൻ എംപയറുടെ ഒരു റിവൈവൽ തുർക്കി നടത്താൻ പോകുന്നത്, പ്രത്യേകിച്ച് എർദോഗന്റെ നേതൃത്വത്തിൽ, അത് എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ലോകത്ത് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്?
ഒന്ന് നമ്മൾ തുർക്കിയെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും തുർക്കി ഒരു വളരെ ലിബറലായി മാറി എന്നൊക്കെ ഒരു തോന്നൽ ആളുകളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ എർദുഗാൻ ആദ്യം ഈ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഫൈനാൻഷ്യലി തുർക്കി വളരെ ഡൗൺ ആയ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നും ഇയാൾ ഫൈനാൻഷ്യലി തുർക്കിയെ ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ വളരെ വലിയ സ്വീകാര്യനാകുന്നത്. അതിനുശേഷം അയാൾക്ക് അധികാരം നിലനിർത്താൻ അയാൾക്കുണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മതതീവ്രവാദം വളർത്തുക എന്നുള്ളതായിരുന്നു. അത് മതതീവ്രവാദം വളർത്തി അയാൾ രണ്ടാമതും അധികാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുർക്കിയുടെ ഹൃദയം എന്ന് പറയുന്നത് അതിതീവ്രമായ മതതീവ്രവാദത്തിന് അനുയോജ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ കോട്ടിട്ട തീവ്രവാദം, അതാണ് തുർക്കിയുടെ തീവ്രവാദം. തുർക്കിയുടെ തീവ്രവാദം പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ നടക്കുന്ന പോലെ പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദമല്ല, കോട്ടിട്ട തീവ്രവാദമാണ് തുർക്കിയുടെ തീവ്രവാദം. ആ കോട്ടിട്ട തീവ്രവാദം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ തീവ്രവാദമാണ്. ഒരു പക്ഷേ ചില ആളുകൾക്ക് നമ്മളത് പറയുമ്പോൾ ദഹിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുർക്കി ഖാലിഫേറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്, ഇപ്പം നമുക്കറിയാം പണ്ട് മലബാർ കലാപത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ ഖലീഫറ്റ് ആ ഒരു ഖിലാഫത്ത് നടന്ന ആ സമയത്ത് കേരളത്തിൽ നിന്നും ഇവിടെയുള്ള ആളുകളെല്ലാവരുടെയും കൊടുക്കുന്ന സക്കാത്തിൻ്റെ ഒരു ഭാഗം കാലിഫേറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അന്ന് അങ്ങനെ വളരെ തീവ്രമായിട്ട് പറഞ്ഞ് കാലിഫേറ്റിന് വേണ്ടി സക്കാത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിണറായി വിജയൻ സർക്കാർ 10 കോടി കൊടുത്തതിനെ നമ്മളങ്ങനെ ചെറുതായിട്ട് കാണരുത്. പിണറായി വിജയൻ അത് വെറുതെ ഒരു ഹ്യൂമറായിട്ട് കാണരുത്. ആ കൊടുത്തതിന് വളരെ അടിസ്ഥാനപരമായ ഒരു മീനിങ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കാലത്ത് ഇതുപോലെ കേരളത്തിൽ ഇതുപോലെ ഡിവിഷനോ ഒരു തീവ്രവാദ ചിന്താഗതിയോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ആളുകൾ മാറ്റിവെക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പിണറായി വിജയൻ സർക്കാർ 10 കോടി രൂപ കേരളത്തിലെ ഇവിടെയുള്ള എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്ന് 10 കോടി രൂപ എടുത്ത് തുർക്കിക്ക് കൊടുത്തത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയൊരു സാധനമല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിലേഷൻ ഇപ്പോൾ ആ ഒരു റിലേഷൻ കേരളവുമായിട്ടുള്ള ഒരു റിലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കേരളത്തിലെ ആ ഒരു മനസ്ഥിതിയുള്ളവരെ സംബന്ധിച്ച് തുർക്കി ചെയ്യുന്നത് ശരിയാണ്. തുർക്കി ചെയ്യുന്ന ആ തീവ്രവാദ പ്രവർത്തനം അതിൻ്റെ രീതികളും എല്ലാം ശരിയാണ്. പക്ഷേ നമ്മളെപ്പോലുള്ളവരെ മാറി നമ്മൾ ചിന്തിക്കുമ്പോൾ തുർക്കി എന്ന് പറയുന്നത് രക്തത്തിൽ തീവ്രവാദം അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരിക്കലും ഇൻസപ്പറബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. അതുപോലെ മതതീവ്രവാദത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. ആ രീതിയിൽ നിന്നുകൊണ്ട് വേണം എന്തുകൊണ്ട് പാകിസ്ഥാനെ സംരക്ഷിക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യനെ എതിർക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇനി തുർക്കിയുടെ ഒരു ക്രിസ്ത്യൻ വിരോധത്തെക്കുറിച്ച് നമുക്ക് അല്പം കൊണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ തുർക്കി 1928 ഇപ്പം ഈ ഖാലിഫേറ്റ് ഇല്ലാതായി കഴിഞ്ഞതിന് ശേഷം 1928 കാലഘട്ടത്തിൽ ഏകദേശം 2% ക്രിസ്ത്യാനികൾ അവിടെ പിന്നെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഈ പ്രാവശ്യം വരുമ്പോൾ 0.2 അങ്ങനെ വളരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. ഈ അത്താതുർക്കിൻ്റെ കാലത്ത്, ഇപ്പോൾ അത്താതുർക്കിൻ്റെ കാലത്ത് ഒരു ഗതിയും പരഗതിയില്ലാത്ത അവസ്ഥയിലാണ് തുർക്കി അന്ന് ഈ സെക്യുലറിസമായിട്ട് വെസ്റ്റിൻ്റെ പുറകെ പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് നിവൃത്തിയില്ലെങ്കിൽ അവിടെ കിടന്ന് ചാകുക എന്നുള്ളതിനപ്പുറത്ത് തുർക്കിക്ക് നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ്, നിവൃത്തിയില്ലാതെയാണ് ഈ സെക്യുലറിസമായിട്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ പുറകെ തുർക്കി പോകുന്നത്. അതിനുശേഷം പിന്നെ എർദോഗൻ്റെ കാലം വന്നപ്പോൾ എർദോഗന് പിടിച്ചു നിൽക്കാൻ വേണ്ടി തുർക്കിയുടെ ഉള്ളിൽ ഇങ്ങനെ ഈ കനലായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു തീവ്രവാദത്തെ പിന്നെ ഊതി ജ്വലിപ്പിച്ച് അതിൻ്റെ വഴിയെ തുർക്കി, കാരണം അവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ തീവ്രവാദം അവരുടെ എല്ലാം മനസ്സിൽ കിടക്കുന്ന ആ തീവ്രവാദത്തെ കൂട്ടി നിർത്തുക എന്നുള്ളത് മാത്രമേ എർദോഗന് വഴിയുള്ളൂ. തുർക്കി അതാണ് എന്ന് വെച്ചാൽ തീവ്രവാദത്തിൻ്റെ വക്താക്കളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിറ്റാടൽ തന്നെയാണ് തുർക്കി എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് അർമേനിയൻ കൂട്ടക്കൊല നടത്തിയത് കൃത്യമായിട്ടും ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് അർമേനിയൻ ജനോസൈഡ് എന്ന് പോലും പറഞ്ഞ് നമ്മളതിനെ വില കുറച്ച് കാണാൻ പാടില്ല. അർമേനിയൻ ജനോസൈഡ് അങ്ങനെ റോബിൻ ഇപ്പം അവിടെ ജനോസൈഡ് എന്ന വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. അവർ അതുവരെ മാറ്റിക്കളഞ്ഞു. ശരിക്കും ഇത്രമാത്രം ക്രൂരമായ കൊലപാതകം, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ട് പോലും ഇപ്പൊ ജനോസൈഡ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ആ അവസ്ഥയിലേക്ക് അവർ മാറ്റിക്കളഞ്ഞു എന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ പേഴ്സ്പെക്റ്റീവിൽ വരുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് തുർക്കി ഈ കാശ്മീരിനെ സഹായിക്കുന്നത് വളരെ സിമ്പിളാണ്. കാശ്മീരിൻ്റെ 80% മുകളിൽ മുസ്ലിംസാണ്. കാശ്മീർ പാകിസ്ഥാനോട് കൂടെ നിൽക്കുന്നത് തുർക്കിക്ക് താല്പര്യം, അത് ഇന്ത്യനോട് കൂടെ നിൽക്കുന്ന നല്ല തുർക്കിക്ക് താല്പര്യം. രണ്ടാമത്തെ കാരണം ഇതാണ് എന്ന് വെച്ചാൽ ഇവിടെ ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപേ ഈ കാശ്മീരിലെ ഒരു വിഘടനവാദി നേതാവിനെ തുർക്കിയിലെ ഒരു ചാനൽ ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു. അന്ന് അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഹിന്ദു തീവ്രവാദമാണ് എല്ലാത്തിനും കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും എല്ലാം ദേഷ്യം കിടക്കുന്നത് കൃത്യമായിട്ടും ഇവിടെ ഈ ഹിന്ദുയിസം വളർന്നു വരുന്നത് അവർക്ക് ഒട്ടും പിടിക്കുന്നില്ല.
അവരെ സംബന്ധിച്ച് ഇത് പഴയ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമാണ്. ചരിത്രം എടുത്ത് നോക്കുക. ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇവിടുത്തെ മുഗൾ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാർ അവിടെ ഖാലിഫേറ്റിൽ ചെന്നുവെച്ച് ഞങ്ങളിവിടെ ഇസ്ലാമിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളടക്കം ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഇന്ന് ഞങ്ങൾ ഇന്ന ഇസ്ലാം വളർത്താൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്ന രീതിയിൽ ഇസ്ലാമിനെ വളർത്തുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ പോയിട്ട് പറയുന്ന സാഹചര്യമുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളൊരു ചരിത്രം കൂടി ഈ മുഗൾ രാജവംശവും ഈ ഖാലിഫേറ്റും തമ്മിലുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഇതിന് ചരിത്രപരമായ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നതല്ല, കൃത്യമാണ്. ഇപ്പോൾ ഈ മുഗൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി, മുഗൾ രാജവംശത്തിൻ്റെ ആ ഒരു ഇൻഹെറിറ്റൻസ് പാകിസ്ഥാനിലൂടെയാണ് വരുന്നത്, ആ ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് വരുന്നത്. അപ്പോൾ അപ്പോൾ 1947 മുതൽ ആ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ തൊട്ട് പാകിസ്ഥാനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം തുർക്കിക്കുണ്ട്. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സഹോദരൻ എന്ന് പറയുന്ന സാഹചര്യം. ഇതേ കാര്യം തന്നെയാണ് അസർബൈജാനെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള ആ ഒരു ഫോക്കസ് വളരെ കൃത്യമാണ്, അത് വളരെ ഇസ്ലാമിക് ആണ്. ഇന്ത്യയുമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് BJP സർക്കാർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പഹൽഗാമിലെ ആക്രമണത്തെ തുർക്കി അപലപിച്ചില്ല? കാരണം ഈ ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ വളർച്ച തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ വളർച്ചയിലൂടെ ഇവിടുത്തെ ഹിന്ദുയിസ്റ്റ് ആറ്റിറ്റ്യൂഡിനെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ ടെററിസം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. തുർക്കി അതാണ് ആഗ്രഹിക്കുന്നത്, പാകിസ്ഥാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജിയോ പൊളിറ്റിക്കലായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ 172ഓളം ന്യൂക്ലിയർ വാർഹെഡുകളുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ 170ഓളം ന്യൂക്ലിയർ വാർഹെഡുകളുണ്ട്. ഇതിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ കൂടുതലായിട്ട് ടാക്റ്റിക്കൽ ന്യൂക്ലിയർ വാർഹെഡുകൾ ധാരാളമുണ്ട്. എന്ന് വെച്ചാൽ ടാക്റ്റിക്കൽ നമ്മൾ പലപ്പോഴും പറയലുണ്ട്, ടാക്റ്റിക്കലും സ്ട്രാറ്റജിക്കലാണെങ്കിൽ ഒരു വലിയ പ്രദേശം കളയും, പക്ഷേ ടാക്റ്റിക്കൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ചെറിയ പ്രദേശത്ത് വലിയ ഹ്യൂജ് എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ വാർഹെഡുകൾ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. എന്നാൽ തുർക്കിയെ സംബന്ധിച്ച് നാറ്റോ രാജ്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തുർക്കിക്ക് ഇതുപോലുള്ള ഒരു ന്യൂക്ലിയർ ഒരു പവറിലേക്ക് പോവുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വെസ്റ്റ് തുർക്കിയുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് തുർക്കിയെ തളച്ചിട്ടേക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. തുർക്കിക്ക് എങ്ങനെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടുന്നുണ്ട്, പക്ഷേ ഒരിക്കലും കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തുർക്കി വെസ്റ്റ് തളച്ചിട്ടേക്കാണെന്ന് പറയാൻ കാരണം സൗദി അറേബ്യ അടക്കമുള്ള ഇസ്രായേൽ അടക്കമുള്ള UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് F-35 അടക്കമുള്ള അഡ്വാൻസ്ഡ് വെപ്പണറി അത് നാറ്റോ രാജ്യമല്ല എന്ന് ഓർക്കണം, ഈ അമേരിക്ക കൊടുക്കുന്നുണ്ട്. എന്നാൽ തുർക്കിക്ക് ഈ ഒരു സാധനം തുർക്കിക്ക് കൊടുക്കാറില്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെപ്പണറിയും കൊടുക്കാറില്ല. ഈവൻ അമേരിക്ക തുർക്കിയിൽ അവിടെ കൊണ്ടു വെച്ചേക്കുന്ന ന്യൂക്ലിയർ വാർഹെഡുകളെ കുറിച്ച് പോലും പലപ്പോഴും അത് അവിടുന്ന് എടുത്ത് മാറ്റണം എന്നുള്ള മുറവിളികൾ ഉയരുന്ന സാഹചര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ മിലിറ്ററി കോപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അതുപോലെ തന്നെ എർദുഗാൻ ഏകദേശം ഒരു ഏകാധിപതിയെ പോലെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പേരിന് മാത്രം ജനാധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം വെസ്റ്റ് ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ തുർക്കിയെ തളച്ചിട്ടേക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ന്യൂക്ലിയർ പവർ ആകാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന സഹോദര രാജ്യം, ന്യൂക്ലിയർ പവറുള്ള ഒരു രാജ്യം, അപ്പോൾ അതിനെ കൂടുതലായിട്ട് ചേർത്ത് നിർത്താൻ തുർക്കി ആഗ്രഹിക്കുന്നില്ല. പിന്നെ ബാക്കി മിലിറ്ററി പരമായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും മിലിറ്ററി കൂടി തുർക്കിയുടെ കൂടെ ചേർന്ന് ഒരു ആക്രമണത്തിലേക്ക് പോകുന്ന, ഏതെങ്കിലും ഒരു ത്രട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആക്രമണത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം തുർക്കി തീർച്ചയായിട്ടും, പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം, ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് പോകാൻ തുർക്കി ശ്രമിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വെച്ചാൽ തുർക്കിയുടെ രീതിക്ക് ഇന്ത്യയെ കൂടി കൊണ്ടുവന്ന് ഇന്ത്യയെ കൂടെ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം തുർക്കി അങ്ങനെ നോക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ കൃത്യമായിട്ടും അവരോട് പറഞ്ഞു പാകിസ്ഥാൻ്റെ ടെററിസത്തെയും അതുപോലെ തന്നെ കാശ്മീരിലെ വിഘടനവാദത്തെയും തള്ളിപ്പറയാതെ ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്ന് വ്യക്തമായിട്ടുള്ള മെസ്സേജ് ഇന്ത്യ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുർക്കി പിന്നെ കുറച്ച് കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 2002, 2003 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും തുർക്കിയും ഇന്ത്യയും തമ്മിൽ ഒരു നല്ല ടേംസിൽ ഈ അടുത്ത കാലത്ത് ഒന്നും പോകാനുള്ള സാധ്യതയില്ല. കാരണം അതുമാത്രമല്ല, തുർക്കി ഇപ്രാവശ്യം അഡ്വാൻസ്ഡ് ഡ്രോണുകളാണ് പാകിസ്ഥാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രാവശ്യം. മറ്റൊരു കാര്യം, പാകിസ്ഥാൻ കൊടുത്ത ഡ്രോണുകൾ ഉക്രൈനിൽ സക്സസ് ആയിരുന്നു. ഉക്രൈൻ റഷ്യക്കെതിരെ അതുകൊണ്ട് ആക്രമിച്ചപ്പോൾ സക്സസ് ആയിരുന്നു. പക്ഷേ ഇന്ത്യക്കെതിരെ ആക്രമിച്ചപ്പോൾ അത് സക്സസ് ആയില്ല എന്നുള്ളത് തുർക്കിക്ക് വളരെ വലിയ ഒരു അടിയായിട്ടുണ്ട്. ഇന്ത്യയുടെ കൗണ്ടറായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് ഗ്രീസിനെ
എക്യുപ്പ് ചെയ്യുന്നുണ്ട്. സൈപ്രസാണ് തുർക്കിയുടെ വലിയൊരു തലവേദനയാണ് സൈപ്രസ്. അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ടൈപ്പ്, UAE-യുമായിട്ട്, സൗദി അറേബ്യയുമായിട്ട് എല്ലാം ടൈപ്പ് ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ അർമേനിയയെ എക്യുപ്പ് ചെയ്യുന്ന നമ്മുടെ ആകാശ പ്രതിരോധ സംവിധാനമാണ് തുർക്കിയുടെ ഡ്രോണുകൾ അടിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകാശ സംവിധാനം അർമേനിയയ്ക്ക് കൊടുത്ത് അവിടെ ഇന്ത്യ കൃത്യമായിട്ട് ആകാശം അടക്കമുള്ള, അതുപോലെ തന്നെ മിസൈൽ സിസ്റ്റങ്ങൾ അടക്കമുള്ള ഒരുപാട് ആയുധങ്ങൾ, എനിക്ക് തോന്നുന്നു ഏകദേശം 22,000 കോടി രൂപയുടെ കരാറാണ് അർമേനിയയുമായിട്ട് വെപ്പൺസ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കരാർ ഒപ്പിട്ടേക്കുന്നത്. അങ്ങനെയുള്ള വളരെ വലിയൊരു മിലിറ്ററി സഹായം അർമേനിയയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൗണ്ടർ ചെയ്യുന്നുണ്ട് തുർക്കിയെ. എന്താണെങ്കിലും തുർക്കിയും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരുമിച്ച് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇപ്പോൾ റോബിൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടി നമ്മൾ ആശങ്ക ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഈ തയ്യിബ് എർദോഗൻ്റെ ഒരു ടൈപ്പ്, ഈ പല മുസ്ലിം ബ്രദർഹുഡിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള സംഘടനകളുടെ നേതാക്കൾക്ക് ഒരു സേഫ് സോൺ ടർക്കി അവിടെ ഒരുക്കുന്നുണ്ട്. അവർക്ക് പൗരത്വം കൊടുക്കുന്നു, അവർക്ക് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ അതാണ് നമ്മളെ ശരിക്കും ആശങ്കപ്പെടുത്തുന്നത്. മാത്രമല്ല ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള കൂട്ടുകെട്ടുകൾ പലപ്പോഴും ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരാറുണ്ട്. ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അത് നോക്കിക്കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഈ തുർക്കി ഉണ്ടാക്കുന്ന കൂട്ടുകെട്ട് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് അത് മതത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഈ തയ്യിബ് എർദോഗൻ്റെ ഭാഗത്തുനിന്ന് പലതവണ പല കമൻസും വന്നിട്ടുണ്ട്. ഇസ്ലാമിക ലോകം മുഴുവൻ ഒന്നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഈ തുർക്കി നടത്തുന്ന ഈ കൂട്ടുകെട്ട് ഒരു തീവ്ര മതചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഒരു കൂട്ടുകെട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ വരും ദിനങ്ങൾ പ്രത്യേകിച്ച് പല സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നടക്കുമ്പോൾ വരും ദിനങ്ങൾ അതീവ നിർണായകം തന്നെയാണ്. ഈ തുർക്കിയുടെ ഈ ഒരു അജണ്ട ലോകരാജ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ തീവ്ര മതചിന്തയാണ് തുർക്കിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന ആ ഒരു നിഗൂഢമായിട്ടുള്ള അജണ്ട ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിന് ലോകം വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തുർക്കി ഭരിക്കുന്ന തയ്യിബ് എർദോഗൻ്റെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. അതായത് ഒരു തീവ്ര ഇസ്ലാമിക ചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ലോകരാജ്യങ്ങളെ കൊണ്ടുവരിക എന്ന ഒരു നിഗൂഢമായിട്ടുള്ള അജണ്ട തയ്യിബ് എർദോഗനുണ്ട്. അതിനാൽ തന്നെ ആ അജണ്ട ലോകരാജ്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. മാത്രമല്ല ഈ പാകിസ്ഥാനെ ഇങ്ങനെ താലോലിച്ച് വളർത്തിക്കൊണ്ടുവരാനുള്ള തുർക്കിയുടെ നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം വെസ്റ്റ് ഏഷ്യ മേഖലയിൽ, പ്രത്യേകിച്ച് കാശ്മീർ മേഖലയിലൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തെ പാലൂട്ടി വളർത്തുന്നത്, ഭീകരവാദികളെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഇസ്ലാമിക രാജ്യമാണ്. ലോകരാജ്യങ്ങൾ ആ അജണ്ടകൾ തിരിച്ചറിയണമെന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.